അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകം മുതൽ 26 കൂടിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. ജനക ഉവാച ശൃണു വിപ്രേണ കർത്തവ്യം മോക്ഷമാർഗാശ്രിതേന യത് ഉപനീതോ വസേദാദൗ വേദാഭ്യാസായ വൈ ഗുരൗ അധീത്യ വേദവേദാന്താൻ ദത്വാ ച ഗുരുദക്ഷിണാം സമാവൃത്തസ്തു ഗാർഹസ്ഥ്യേ സദാരോ നിവസേന്മുനി. നാന്യവൃത്തിസ്തു സന്തോഷി നിരാശീർഗതകൽമഷ അഗ്നിഹോത്രാദികർമാണി കുർവാണ സത്യവാക്ശുചി. പുത്രം പൗത്രം സമാസാദ്യ വാനപ്രസ്ഥാശ്രമേ വസേൽ തപസാ ഷഡ്രിപൂഞ്ജിത്വാ ഭാര്യാം പുത്രേ നിവേശ്യ ച. സർവാനഗ്നീൻ യഥാന്യായമാത്മന്യാരോപ്യ ധർമ്മവിൽ വസേത്തുര്യാശ്രമേ ശ്രാന്ത ശുദ്ധേ വൈരാഗ്യസംഭവേ. വിരക്തസ്യാധികാരോസ്തി സന്യാസേ നാന്യഥാ ക്വചിൽ. വേദവാക്യമിദം തഥ്യം നാന്യഥേതി മതിർമമ. ശുകാഷ്ടചത്വാരിംശദ്വൈ സംസ്കാരാ വേദബോധിതാ. ചത്വാരിംശൽ ഗൃഹസ്ഥസ്യ
പ്രോക്താസ്തത്ര മഹാത്മഭിः അഷ്ടൗ ച മുക്തികാമസ്യ പ്രോക്താ ശമദമാദയ ആശ്രമാദാശ്രമം ഗച്ഛേദിതി ശിഷ്ടാനുശാസനം. ശ്രീശുക ഉവാച ഉൽപ്പന്നേ ഹൃദി വൈരാഗ്യേ ജ്ഞാനവിജ്ഞാനസംഭവേ അവശ്യമേവ വസ്തവ്യമാശ്രമേഷു വനേഷു വാ. ജനക ഉവാച ഇന്ദ്രിയാണി ബലിഷ്ഠാനി ന നിയുക്താനി മാനദ അപക്വസ്യ പ്രകുർവന്തി വികാരാംസ്താനേകശാം. ഭോജനേച്ഛാം സുഖേച്ഛാം ച ശയ്യേച്ഛാമാത്മജസ്യ ച യതി ഭൂത്വാ കഥം കുര്യാത് വികാരേ സമുപസ്ഥിതേ. ദുർജരം വാസനാജാലം ന ശാന്തിമുപയാന്തി വൈ അതസ്തച്ഛമനാർത്ഥായ ക്രമേണ ച പരിത്യജേൽ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. ശ്രീമദ്ദേവി ഭാഗവതം പ്രഥമസ്കന്ധം 18-ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളുടെ ഭാഷാഗാനം, മലയാള തർജ്ജമ നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ജനകൻ പറഞ്ഞു, മോക്ഷേച്ഛുവാം ബ്രാഹ്മണന്റെ കർത്തവ്യം പറഞ്ഞിടാം ഞാൻ. ഗുരു സന്നിധിയിൽ ചെന്നു വേദം പഠിക്കൂ. വേദാന്തങ്ങളെ പഠിച്ചു ദക്ഷിണയും നൽകി സമാവർത്തനവും ചെയ്തു ഗൃഹസ്ഥനാകൂ. മറ്റൊരു വൃത്തിയെങ്കിലും പ്രവേശിച്ചിടാതെ പിന്നെ സന്തുഷ്ടനായി ആശയൊട്ടുമില്ലാത്തവനായി പാപമില്ലാത്തവനായി സത്യവാക്കായി ശുദ്ധനായി അഗ്നിഹോത്രാദി കർമ്മം ചെയ്യുന്നവനായി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. പൗത്രാദികളായാൽ വാനപ്രസ്ഥം പിന്നെ ഭാര്യയെയും പുത്രനെ ഏൽപ്പിച്ചു ക്രോധാദിയെ ജയിച്ചും. വിധി പോലെ അഗ്നികളെ ആത്മാവില്ലടക്കി പിന്നെ വൈരാഗ്യം ദൃഢമായിടിൽ സന്യാസം തേടാ. വിരക്തനു മാത്രമല്ലോ സന്യാസം എന്നാണെൻ മതം. വേദവാണി സത്യമത്രേ എന്നാണെൻ മതം. വേദം അനുശാസിക്കുന്ന സംസ്കാരം 48, ഗൃഹസ്ഥനു അതിൽ 40 എണ്ണമെന്നത്രേ. ശമദമാദികളാകും 8 എണ്ണം മുക്തി കാരണം. ആശ്രമത്തിൽ നിന്നും ആശ്രമത്തിലേക്കല്ലോ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ശ്രീശുകൻ പറഞ്ഞു, സംസാരത്തിൽ അനിത്യ
ബോധവും അതുപോലെ താൻ ആത്മാവിങ്കൽ നിത്യതയാം ബോധവുമുണ്ടേ. ആശ്രമങ്ങൾ ഓരോന്നായി കടക്കണോ ഗുരുനാഥ, ആരണ്യകം പുക്കു സന്യാസത്തെ പേടിടാ. ജനകൻ പറഞ്ഞു, കരുത്തേറും ഇന്ദ്രിയത്തെ വരുതിക്കു കൊണ്ടുവരാൻ, കരുത്തേറും ഇന്ദ്രിയത്തെ വരുതിക്കു കൊണ്ടുവരാൻ കഠിനമാം പ്രയാസങ്ങൾ വേണ്ടി വന്നിടും. അവ പാകം വരാത്തവരിലോ ഏറെ കഷ്ടമുണ്ടാ, അവരിൽ പലതാകും വികാരമുണ്ടാകും. സന്യാസിയായതിൻ ശേഷം കിടപ്പിലും ഭോജ്യത്തിലും മക്കളിലും ആശ വന്നാൽ എന്തു ചെയ്തിടും? നിത്യയൗവനമുള്ളതാം വാസനകൾ അടങ്ങില്ല, അവയെ അടക്കിടുവാൻ ക്രമപ്രകാരം ഓരോ ആശ്രമധർമ്മത്തെ സ്വീകരിച്ചിടുക വേണം. ഓരോന്നിനെ ക്രമപൂർവം ഉപേക്ഷിക്കണം. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ദേവീ നിന്നുടലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. വീഴുന്നു നാമാംബികേ, വീഴുന്നു ലോകാംബികേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 93ാമത്തെ ദിവസത്തിലേക്ക് എത്തി. പ്രഥമസ്കന്ധം 18ാമത്തെ അധ്യായത്തിൽ 15 മുതൽ 26 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് നാം അനുസ്മരിക്കുന്നത്. ശ്രീശുകൻ ജനക മഹാരാജാവിൻ്റെ അടുത്ത് മിഥിലാപുരിയിൽ എത്തിച്ചേർന്നു. അവിടെ വെച്ച് ആ ശ്രീശുകൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട്, ചോദ്യം നമ്മൾ ഇന്നലെ കേട്ടു. തപസ്തീർത്ഥ വ്രതേജ്യാശ്ച സ്വാധ്യായ തീർത്ഥസേവനം ജ്ഞാനം വാ വദ രാജേന്ദ്ര മോക്ഷം പ്രതിച്ച കാരണം. മുക്തിക്ക് കാരണമായത് എന്താണ്? അത് തപസ്സാണോ, തീർത്ഥാടനമാണോ, വ്രതമാണോ, യാഗമാണോ, സ്വാധ്യായമാണോ, തീർത്ഥയാത്ര ചെയ്ത് പുണ്യതീർത്ഥങ്ങളിൽ താമസിക്കുന്നതാണോ, ജ്ഞാനമാണോ എന്നുള്ള ചോദ്യത്തിന് ജനകൻ്റെ മറുപടിയാണ് നമ്മൾ ഇന്ന് ആദ്യം കേൾക്കുക. അപ്പം ജനകൻ പറഞ്ഞു, ശൃണു വിപ്രേണ കർത്തവ്യം മോക്ഷമാർഗാശ്രിതേനയൽ ഉപനീതോ വസേദാദൗ വേദാഭ്യാസായ വൈഗുരോ. മോക്ഷമാർഗം തേടുന്ന ഒരാള്, ഇവിടെ ബ്രാഹ്മണൻ എന്നാണ് പറഞ്ഞത്, ബ്രഹ്മത്തെ അറിയുന്നവൻ
അല്ലെങ്കിൽ അങ്ങനെ മോക്ഷേച്ഛുവായിരിക്കുന്ന ഒരാള് കർത്തവ്യം എന്താണെന്ന് ആദ്യം കേട്ടോളൂ. ആദ്യം ഉപനീതോ വസേദാദൗ, ഉപനീതനായി എന്ന് വെച്ചാൽ ഉപനയനം കഴിഞ്ഞ് ആ വേദാധ്യയനത്തിന് അർഹത നേടുക. എന്നിട്ട് വേദം പഠിക്കാൻ, വേദാഭ്യാസായ, വേദം പഠിക്കാനായിട്ട് ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ടോ അധീത്യ വേദവേദാന്താൻ, വേദത്തെയും വേദാന്തങ്ങളെയൊക്കെ വേണ്ട പോലെ പഠിച്ചിട്ട് ദത്വാച ഗുരുദക്ഷിണാം, എന്ത് പ്രവൃത്തി ചെയ്താലും അത് കഴിഞ്ഞാൽ ദക്ഷിണ സമർപ്പിക്കണം. ഇവിടെ ദക്ഷിണ സമർപ്പിച്ചിട്ട് സമാവൃത്തസ്തു, പിന്നെന്ത് വേണം? സമാവർത്തനം നടത്തണം. ഉപനയനം മുതൽ സമാവർത്തനം വരെയുള്ള സമയമാണ് വേദാധ്യയനത്തിന് അല്ലെങ്കിൽ പഠനത്തിന്, വിദ്യാഭ്യാസത്തിന് ബ്രഹ്മചര്യം എന്നുള്ളത്. അങ്ങനെ ബ്രഹ്മചര്യം സമാപിക്കും സമാവർത്തനത്തോടുകൂടി. ആ കർമ്മം ചെയ്താൽ പിന്നീട് ഗൃഹസ്ഥനായി, ഗാർഹസ്ഥ്യേ സദാരോ നിവസേൻ മുനി, എന്തു ചെയ്യണം? അവിടെ ഭാര്യയോടുകൂടി ഗൃഹസ്ഥനായി ജീവിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാലോ നാന്യവൃത്തിസ്തു സന്തോഷി നിരാശീർഗതകൽമഷ അഗ്നിഹോത്രാദി കർമാണി കുർവാണ സത്യവാക്ശുചി. ഈ ഗൃഹസ്ഥാശ്രമിയായിട്ടിരിക്കുമ്പോൾ എന്തൊക്കെ വേണമെന്നാ പറയണത്? മറ്റ് ഒന്നിലും പ്രവേശിക്കാതെ സന്തുഷ്ടനായി, യദൃച്ഛാലാഭ സന്തുഷ്ടി, സന്തുഷ്ടനായിട്ടിരിക്കുക, ആശയില്ലാത്ത ആളായിട്ടിരിക്കുക. നിരാശി എന്ന് പറഞ്ഞാൽ ആശയില്ലാത്തവൻ എന്നാണ്. നമ്മളൊക്കെ നിരാശ എന്നുള്ളത് ആശ നടപ്പാവാതെ വരുമ്പോൾ ഉള്ള വിഷമായിട്ടാണ്. അങ്ങനെയല്ല, നിരാശ എന്ന് പറഞ്ഞാൽ ആശയില്ലാത്ത അവസ്ഥ, ഒന്നിലും ആഗ്രഹമില്ലാതെ ജീവിക്കാൻ സാധിക്കുക. പാപരഹിതനായി, ഗതകൽമഷഃ, പിന്നെയോ ആ സത്യവാക് ശുചി, സത്യവാക്കായി, എപ്പോഴും സത്യം മാത്രം പറഞ്ഞ് സത്യം വദ ധർമ്മം ചര, അങ്ങനെ ശുദ്ധിയോടുകൂടി അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, അപ്പോഴേക്കും മക്കൾക്ക് മക്കളൊക്കെ ഉണ്ടാവും. ഇതാണ് പറഞ്ഞത് പുത്രം പൗത്രം സമാസാദ്യ, പുത്രപൗത്രാദികളെ നേടി വാനപ്രസ്ഥാശ്രമേ വസേൽ, പിന്നെന്തു വേണം? വാനപ്രസ്ഥാശ്രമത്തിൽ കഴിയണം. തപസാ ഷഡ്രിപൂൻ ജിത്വ, തപസ്സുകൊണ്ട് വാനപ്രസ്ഥത്തിൽ ചെന്ന് കഴിഞ്ഞാൽ തപസ് ചെയ്യണം. ആ തപസ്സിലൂടെ ഷഡ്രിപുക്കളെ ജയിക്കണം. ഏതാണ് ഷഡ്രിപുക്കൾ? ഇതാണ് പറഞ്ഞത്, കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം. നമ്മുടെ ഉള്ളിലുള്ള, നമുക്ക് നേരെ എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ശത്രുക്കളാണ് ഈ 6 ഇതിനെ ജയിക്കണം എന്നാണ്. ഇതിനെ ജയിച്ചാൽ തന്നെ ജീവിതം ഏറ്റവും സന്തോഷമാവും. നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. കാമം, ആഗ്രഹങ്ങൾ. കാമം എന്നുള്ളത് കേവലമായിട്ടുള്ള ഭോഗലാലസത മാത്രമല്ല, ആഗ്രഹങ്ങൾ. ക്രോധം, ലോഭം, അത്യാഗ്രഹം, മോഹം, പലതിലുമുള്ള താല്പര്യങ്ങൾ, മദം, അഹങ്കാരം, മാത്സര്യം, ആ മാത്സര്യബുദ്ധി. ഈ 6 ശത്രുക്കളെ ജയിച്ച് ഭാര്യാം പുത്രേ നിവേശ്യച്ച, ഭാര്യയെ പുത്രനെ ഏൽപ്പിച്ചിട്ട്, ചിലപ്പോൾ ഒരുമിച്ച് വാനപ്രസ്ഥം സ്വീകരിക്കാറുണ്ട്. ഇത് അങ്ങനെയല്ല, ഇത് ഭാര്യയെ, തൻ്റെ ആ കുട്ടികളുടെ അമ്മയെ കുട്ടികളുടെ അടുത്ത് തന്നെ ഏൽപ്പിക്കുക. എന്നിട്ടോ സർവാനഗ്നിൻ യഥാന്യായം ആത്മന്യാരോപ്യ ധർമ്മവിൽ, വിധിയനുസരിച്ച് അഗ്നികളെ മുഴുവൻ ആത്മാവിലേക്ക് അടക്കുക. അഗ്നിഹോത്രാദി കർമ്മങ്ങളൊക്കെ അതൊക്കെ ചെയ്തു, അതിനെ ആത്മാവിലേക്ക് ലയിപ്പിച്ചു. പിന്നെ ആ ധർമാത്മാവായി, ധർമ്മജ്ഞനായി, ജിതേന്ദ്രിയനായി വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ, അതുവരെ എന്ത് വേണം? വാനപ്രസ്ഥം സ്വീകരിക്കണം. വൈരാഗ്യം വന്നാൽ, വിരക്തി വന്നാൽ 4ാമത്തെ ആശ്രമമായിരിക്കുന്ന സന്യാസത്തെ സ്വീകരിക്കാം. വസേത്തുര്യ ആശ്രമേ ശ്രാന്ത ശുദ്ധേ വൈരാഗ്യ സംഭവേ വിരക്തസ്യാധികാരോസ്തി സന്യാസേ നാന്യഥാ ക്വചിൽ. വിരക്തന് മാത്രമേ സന്യാസത്തിന് അർഹതയുള്ളൂ. ഒരിക്കലും മറ്റൊരു തരത്തിൽ നാന്യഥാ ക്വചിൽ, വേറൊന്നും സന്യാസത്തിനുള്ള അർഹതയല്ല. ഇതിൽ പ്രധാനപ്പെട്ടതാണ് വിരക്തി, വൈരാഗ്യം വരിക എന്നുള്ളത്. വേദവാക്യമിതം തഥ്യം നാന്യഥേതി മതിർമമ, ഈ വേദവചനം സത്യമാണ്, അല്ലാതെ വേറൊന്നുമില്ല എന്ന് ഞാനിതാ വിചാരിക്കണു. പിന്നെ പറയാണ്, ഹേ ശുക,
അഷ്ടചത്വാരിംശദ്വൈ സംസ്കാര വേദബോധിത. വേദം പറഞ്ഞിരിക്കുന്ന സംസ്കാരങ്ങൾ 48 സംസ്കാരങ്ങളാണ്. അത് ആ സേകം തുടങ്ങി അന്ത്യേഷ്ടി വരെയുള്ള 48 സംസ്കാരങ്ങൾ. അതിൽ ഗൃഹസ്ഥന് പറഞ്ഞേക്കണത് ഏതാ? ചത്വാരിംശൽ ഗൃഹസ്ഥസ്യ, 40 ഗൃഹസ്ഥന് പറഞ്ഞേക്കണതാണ്. അപ്പോ അത് പ്രോക്താസ്തത്ര മഹാത്മഭി. ആരാ പറഞ്ഞത്? മഹാത്മാക്കളായിട്ടുള്ള പൂർവസൂരികളായിരിക്കുന്ന ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 40 കഴിഞ്ഞാൽ ബാക്കി 8 കൂടിയുണ്ട് അല്ലേ? അഷ്ടൗച്ച മുക്തികാമസ്യ. ബാക്കി 8 എന്തിനു വേണ്ടിയിട്ടാണ്? മുക്തി ആഗ്രഹിക്കുന്ന ആളുകൾക്ക്. പ്രോക്ത ശമദമാദയ. എന്തൊക്കെയാത്? ശമം ദമം തുടങ്ങിയ 8 സംസ്കാരങ്ങൾ അത് മുക്തി ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ്. ആശ്രമാത് ആശ്രമം ഗച്ഛേദിതി ശിഷ്ടാനുശാസനം. ഒരാശ്രമത്തിൽ നിന്ന് അടുത്ത ആശ്രമത്തിലേക്ക്. ഇതാണ് ശിഷ്ടന്മാർ അനുശാസിക്കുന്നത്. അപ്പൊ ആദ്യം ബ്രഹ്മചാരിയാവുക, പിന്നെ ഗൃഹസ്ഥനാവുക, അത് കഴിഞ്ഞാൽ വാനപ്രസ്ഥനാവുക, പിന്നെ സന്യാസിയാവുക. നേരെ സന്യാസത്തിലേക്ക് കടക്കുന്നത് ശരിയല്ല എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. ശ്രീശുകൻ തുടർന്ന് ചോദിച്ചു, ഉൽപ്പന്നേ ഹൃദി വൈരാഗ്യേ ജ്ഞാനവിജ്ഞാന സംഭവേ അവശ്യമേവ വസ്തവ്യം ആശ്രമേഷു വനേഷു വാ. ഇപ്പൊ പ്രാപഞ്ചിക വിഷയങ്ങൾ, അതിനെക്കുറിച്ചുള്ള അനിത്യതാബോധം, അത് നിത്യമല്ല, സത്യമല്ല. അതേപോലെ തന്നെ ആത്മാവിനെക്കുറിച്ചുള്ള നിത്യതാബോധം, പ്രാപഞ്ചിക വിഷയങ്ങളെക്കുറിച്ചുള്ള അനിത്യതയും അതേപോലെ ആത്മാവിനെക്കുറിച്ചുള്ള നിത്യതയും, അത് ഹൃദയത്തിൽ അങ്ങനെ വന്ന് യഥാർത്ഥമായ വൈരാഗ്യമുണ്ടായാൽ ഓരോ ആശ്രമത്തിലും പ്രത്യേകം പ്രത്യേകം പോണമെന്നുണ്ടോ? അവശ്യമേവ വസ്തവ്യം ആശ്രമേഷു വനേഷു വാ. മറിച്ച് ഇങ്ങനെ ആശ്രമങ്ങൾ കടന്ന് പോവാതെ നേരിട്ട് വനത്തിൽ പോയി സന്യാസിയായി ജീവിക്കുകയല്ലേ, അതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ ജനകൻ പറഞ്ഞു, ഇന്ദ്രിയാണി ബലിഷ്ഠാനി ന നിയുക്താനി മാനദ. ഇന്ദ്രിയങ്ങൾ എന്താണ്? ബലിഷ്ഠാനി, വളരെ ശക്തിയുള്ളതാണ് ഇന്ദ്രിയങ്ങൾ. അതിനെ വരുതിക്ക് വരുത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപക്വസ്യ പ്രകുർവന്തി വികാരാംസ്ഥാൻ അനേകശ. പാകം വരാത്ത ഇതിൽ പലതരത്തിലുള്ള വികാരങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാകമായതിനു ശേഷമേ സന്യാസം സ്വീകരിക്കാൻ പാടുള്ളൂ. നോക്കൂ, ഭോജനേച്ഛാം സുഖേച്ഛാം ച ശയ്യേച്ഛാം ആത്മജസ്യ ച യതീഭൂത്വാ കഥം കുര്യാത് വികാരേ സമുപസ്ഥിതേ. സന്യാസിയായ ശേഷം വികാരമുണ്ടായി, ഭോജനേച്ഛ, സുഖേച്ഛ, ശയ്യേച്ഛ, ഇങ്ങനെ ഭക്ഷണത്തില് അതേപോലെ സുഖത്തില് കിടപ്പില് മക്കളിലൊക്കെ ആശ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന് നിറവേറ്റാനായിട്ട് സാധിക്കും? ദുർജരം വാസനാജാലം ന ശാന്തിമുപയാതി വൈ അതസ്തച്ഛമനർത്ഥായ ക്രമേണ ച പരിത്യജൻ. നിത്യയൗവനമാണ് വാസനകൾക്ക്, അത് അടങ്ങില്ല എന്നാണ്. യൗവനത്തിൽ കൂടുതൽ കൂടുതൽ താല്പര്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് അവയെ അടക്കി നിർത്താൻ വേണ്ടിയിട്ടാണ് ക്രമമനുസരിച്ച് ഓരോ ആശ്രമങ്ങളെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. യൗവനം ഒരു 50 വയസ്സോടുകൂടി പൂർത്തിയാവും. ഇപ്പൊ 100 വയസ്സാണ് മനുഷ്യന്റെ ശരാശരി ആയുസ്സെങ്കിൽ അതിൽ ആദ്യത്തെ 25 വർഷം ബ്രഹ്മചാരിയായും, പിന്നത്തെ 25 ഗൃഹസ്ഥനായും, പിന്നത്തെ 25 വാനപ്രസ്ഥനായും, ഒടുവിലത്തെ 25 സന്യാസിയായിട്ടും ജീവിക്കുക, അല്ലെങ്കിൽ ആ ഭാവത്തിൽ ആ ഭാവനയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ക്രമത്തിൽ ഓരോ ആശ്രമധർമ്മത്തെ സ്വീകരിക്കുക, അതിനെ വിട. അതസ്തച്ഛമനാർത്ഥായ ക്രമേണ ച പരിത്യജേൽ. അതിനെ സ്വീകരിക്കുകയും അതേപോലെ തന്നെ അതിനെ പരിത്യജിക്കുകയുമാണ് വേണ്ടത് എന്ന 26ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ വിനായക ചതുർത്ഥിയാണ്. നമുക്ക് ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനു കൂടി വേണ്ടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച
ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.